ദേവികുളം, തെക്കിന്റെ കാശ്മീർ. സമുദ്രനിരപ്പിൽ നിന്നും 1700 മുതൽ 1800 മീറ്റർ വരെ ഉയരമുള്ള നിമ്നോന്നത പ്രദേശം. മൂന്നാറിൽ നിന്നും 10 കിലോമീറ്റർ ദൂരമാണ് ചിന്നക്കനാലിലേക്ക് ഉള്ളത്. കാലാവസ്ഥ മൂന്നാറിലേതിൽ നിന്നും അല്പം വിഭിന്നമായ പ്രദേശം. പ്രദേശവാസികളിൽ 95% കാർഷിക വൃത്തി ചെയ്ത് ഉപജീവനം കഴിക്കുന്നു. ഈർപ്പവും ജലസാന്ദ്രതയേറിയതും വളക്കൂറുള്ളതുമായ ഇവിടുത്തെ മേൽമണ്ണ് രാസവളങ്ങളുടെ, കീടനാശിനികളുടെ പ്രയോഗം മൂലം അധികം മാലിന്യം ഏൽക്കാത്തതാണ്. ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണ്യവിളകൾക്ക് പുറമെ ഒട്ടുമിക്ക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇവിടെ നന്നായി വളരും. സമ്മിശ്ര കൃഷിക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് ചിന്നക്കനാലിൽ നിലനിൽക്കുന്നത്. മലമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ചെറു അരുവികളും തോടുകളും ശരീരത്തിലെ ഞരമ്പുകൾ പോലെ കൃഷിയിടങ്ങളെ ഈർപ്പമണിയിച്ച് സംരക്ഷിക്കുന്നു. ഗുണമേന്മയേറിയതും സുഗന്ധപൂരിതവുമായ സ്ട്രോബെറി ഇവിടെ നന്നായി വളരുന്നു. അധ്വാനശീലരായ ഇവിടുത്തെ കർഷകരെ സഹായിക്കാൻ കൃഷിവകുപ്പ് ഈ മേഖലയിൽ അശ്രാന്ത പരിശ്രമമാണ് നടത്തിവരുന്നത്. ഇടുക്കി ജില്ലയിലെ മലപ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ചിന്നക്കനാൽ. മൊത്തം 13 വാർഡുകളാണ് ചിന്നക്കനാൽ പഞ്ചായത്തിലുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വാർഡുകൾ എന്ന് പറയുന്നതും ടാറ്റയുടെയും ഹാരിസൺ മലയാളത്തിന്റെയും തേയിലത്തോട്ടങ്ങളാണ്. ഒപ്പം 4-5 വാർഡുകളിലാണ് കൂടുതൽ കൃഷികളുള്ളത്. പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള വാർഡുകളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏകദേശം 4-5 വാർഡുകളിൽ മാത്രമാണ് കൃഷി ഒതുങ്ങി നിൽക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലുള്ളതെന്ന് പറയുന്നത് ഏലം കർഷകരാണ്. പിന്നീട് ഉള്ളത് നെൽകൃഷി, പച്ചക്കറി, കുരുമുളക്, കാപ്പി, അങ്ങനെയുള്ള വിവിധ കൃഷിയിനങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2014-2015 സാമ്പത്തിക വർഷത്തിൽ ആത്മയുടെ 6ഓളം പദ്ധതികളാണ് നമ്മൾ ഈ പഞ്ചായത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനമെന്ന് പറയുന്ന 2 പദ്ധതികൾ, ഒന്ന് ഫാർമർ ഫീൽഡ് സ്കൂളും ഒന്ന് ഫാം സ്കൂളും. ഫാം സ്കൂളും ഫാർമർ ഫീൽഡ് സ്കൂളും എന്ന് പറയുമ്പോൾ രണ്ടും 2 വ്യത്യസ്ത രീതിയിലുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ഒന്ന് നടപ്പാക്കിയിരിക്കുന്നത് നെൽകൃഷിയിലാണ്. അത് നമ്മൾ ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പ്രദേശത്താണ് നമ്മളത് നടപ്പാക്കിയിരിക്കുന്നത്. ഏകദേശം 12 ഹെക്ടറോളം വരുന്ന നെൽപ്പാടത്ത് ഒരു ഫാർമർ ഫീൽഡ് സ്കൂൾ നടപ്പാക്കിയിരുന്നു. മുഴുവൻ കർഷകർക്കും അതിന്റെ പ്രയോജനം ലഭിക്കുകയും അവർക്ക് ആവശ്യമുള്ള എല്ലാവിധ വിത്ത് തൊട്ട് വിത്ത് വരെയുള്ള പദ്ധതികൾ, അതിൽ ഉണ്ടാകുന്ന വിത്തിറക്കൽ തൊട്ട് വിളവെടുപ്പ് വരെയുള്ള മുഴുവൻ പദ്ധതികളും സംയോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 1.5 മാസത്തോളം നീണ്ടുനിന്ന ഒരു വലിയ ഫാം സ്കൂളാണ് നമ്മളവിടെ നടപ്പാക്കിയത്. അതിലൂടെ കർഷകർക്ക് ആവശ്യമുള്ള മുഴുവൻ നെൽകൃഷിയുടെ എല്ലാവിധ മേഖലയിലും നമ്മൾ കവർ ചെയ്യുകയും അതിനെ കുറിച്ച് വിശദമായി പറയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിശദമായി ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി കൃഷി വകുപ്പിലെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള കൃഷി ഓഫീസർമാരും ഒപ്പം KVK ശാന്തമ്പാറയിലെ ശാസ്ത്രജ്ഞന്മാരുമാണ് അവർക്ക് വേണ്ടി ക്ലാസുകൾ നയിച്ചത്. പിന്നീട് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ വളരെ ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രം നടപ്പാക്കിയിട്ടുള്ള ഒരു കൊയ്ത്തുത്സവം നമ്മൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ പാടത്ത് ആദ്യമായി വിത്ത് കൊയ്യുന്ന ഒരു വലിയ പരിപാടി പഞ്ചായത്തിന്റെയും ആത്മയുടെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയൊരു വിജയമായിട്ടാണ്. കൃഷി വകുപ്പ് മാത്രമല്ല, മുഴുവൻ കർഷകരും അത് അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പിന്നീട് നടപ്പാക്കിയതാണ് ഫാം സ്കൂൾ. അത് ശ്രീ മഹേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഷൺമുഖവിലാസം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു മഷ്റൂം യൂണിറ്റിലാണ് നമ്മൾ ഫാം സ്കൂൾ നടപ്പാക്കിയത്. ഏകദേശം 1.5 ഏക്കർ സ്ഥലത്താണ് അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്നത്. കൃഷി എന്ന് പറയുമ്പോൾ മറ്റുള്ള പച്ചക്കറി അല്ലെങ്കിൽ അങ്ങനെയുള്ള കൃഷിയുടെ അല്ലാതെ ഏകദേശം 12ഓളം ചെറിയ
ഗ്രോയിങ് റൂമുകൾ സ്ഥാപിച്ച് അതിനുള്ളിലാണ് മഷ്റൂം വളർത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ നമ്മളുടെ നാട്ടിൻപുറത്തൊക്കെ കണ്ടിട്ടുള്ളത് ചിപ്പിക്കൂൺ അഥവാ ഓയിസ്റ്റർ മഷ്റൂം എന്ന പേരിൽ അറിയപ്പെടുന്ന കൂണാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായി ബട്ടൺ മഷ്റൂമാണ് കൃഷി ചെയ്യുന്നത്. ഏകദേശം ചിപ്പിക്കൂൺ ഒരു തടത്തിൽ നിന്ന് 500 ഗ്രാം ലഭിക്കുമ്പോൾ ബട്ടൺ മഷ്റൂം ഏകദേശം 2 കിലോയോളമാണ് ലഭിക്കുന്നത്. ഒപ്പം ഇതിന്റെ കൃഷി ചെലവെന്ന് പറയുന്നത് 100 രൂപ ഏകദേശം ഒരു തടത്തിന് ചെലവാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അത് ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഒരു യൂണിറ്റാണ്. എൻ്റെ അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ ഒരു നല്ല മികച്ച ഒരു മഷ്റൂം യൂണിറ്റാണ്. അത് നമ്മളൊരു ഫാം സ്കൂളായി എടുക്കുകയും പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ വനിതകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി ഫാം സ്കൂൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ളത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ഫോളോ അപ്പ് എക്സ്പോഷർ വിസിറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫ്രൂട്ട്സ് നിങ്ങൾക്കറിയാം, ചിന്നക്കനാൽ എന്ന് പറയുന്ന സ്ഥലം വളരെ തണുപ്പുള്ള സ്ഥലമാണ്. അവിടെ ഓറഞ്ച്, പ്ലംസ്, പീച്ച്, സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട് എന്നിങ്ങനെയുള്ള ഫലവർഗ്ഗങ്ങൾ ധാരാളമായി ഉണ്ടാകുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ പലപ്പോഴും ഇത് ഒരുമിച്ച് കായ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് വിളവെടുക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് സംസ്കരിച്ചെടുക്കാനുള്ള ഒരു സംവിധാനം നമുക്കില്ലാതെയും ഇവിടുത്തെ ഫാർമേഴ്സിനെ ആത്മയുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്ന് അവരെ ഒരു ഫ്രൂട്ട് ഗ്രോവേഴ്സ് ആൻഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ സ്ഥാപിക്കുകയും അവർക്ക് 60,000 രൂപയുടെ സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പഴം ഉണ്ടാകുന്നത് പാഴായി പോകുന്നത് ഒഴിവാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ആത്മയ്ക്കും കൃഷി വകുപ്പിനും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ നടപ്പാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞത് 2 ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടാണ്. ഒന്ന് ശ്രീ സോജൻ പള്ളിവാതുക്കൽ എന്ന വ്യക്തിയുടെ സ്ഥലത്തും ഒന്ന് ശ്രീ രാജേന്ദ്രൻ എന്ന കർഷകന്റെ സ്ഥലത്തുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടും വളരെ വ്യത്യസ്തമായ രീതികളാണ് അവിടെ അവലംബിച്ചിരിക്കുന്നത്. ഒന്ന് മുഴുവൻ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫാമിംഗ് സിസ്റ്റമാണ് ശ്രീ സോജൻ തന്റെ കൃഷിയിടത്തിൽ നടപ്പാക്കിയിട്ടുള്ളത്. പച്ചക്കറി തൊട്ട് മുയൽ, ആട്, മത്സ്യകൃഷി, സ്ട്രോബെറി കൃഷി, ഒപ്പം ഒരു വിപണന കേന്ദ്രം, പിന്നെ ഒരു ചെറിയ രീതിയിലുള്ള കാർഷിക നഴ്സറി എന്നിവയാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നമ്മൾ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട്. ഒപ്പം ശ്രീ രാജേന്ദ്രൻ എന്ന് പറയുന്ന കർഷകൻ ഒരു നൂതനമായ ടെക്നോളജിയാണ് അദ്ദേഹത്തിന്റെ ഏലം തോട്ടത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. ഏലം തോട്ടത്തിൽ സ്പ്രിംഗ്ലർ സിസ്റ്റം സ്ഥാപിക്കുകയും ഒപ്പം കായ്ഫലം കൂട്ടുന്നതിന് വേണ്ടി ഏകദേശം 25ഓളം തേനീച്ചപ്പെട്ടികൾ സ്ഥാപിക്കുകയും ഒരു അധിക വരുമാനവും ഒപ്പം പോളിനേഷൻ കൂട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ടെക്നോളജിയും കൂടി അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും പഞ്ചായത്തിൽ ആദ്യമായി നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. ഇപ്രാവശ്യം ചെയ്യാൻ പോകുന്ന വേറൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ തിരഞ്ഞെടുത്ത 17 കർഷകരെ നമ്മൾ ഈ വർഷം ഹൈടെക് പോളി ഫാമിംഗ് ഒപ്പം ഹൈടെക് നഴ്സറി എങ്ങനെ സ്ഥാപിക്കാം, പച്ചക്കറികളുടെ നഴ്സറി എങ്ങനെ സ്ഥാപിക്കാം എന്നതിനെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കി പഠിക്കുന്നതിന് വേണ്ടി 17 കർഷകരെയും കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം തമിഴ്നാട്ടിലെ സേലത്തിനടുത്തുള്ള ധർമ്മപുരി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം അതുകൊണ്ട് ഏറ്റവും മികച്ച വെച്ചാൽ പഞ്ചായത്തിന് ആവശ്യമുള്ള മുഴുവൻ പച്ചക്കറി തൈകൾ ഒരു പരിധിവരെയെങ്കിലും സ്വന്തം പഞ്ചായത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പദ്ധതി. പിന്നീട് ആത്മയുടെ ഏറ്റവും മികച്ച കർഷകരെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ നമ്മൾ ജില്ലാതലത്തിൽ വിളിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം ഇവിടെ നിന്ന് 3ഓളം കർഷകരുടെ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഏതെങ്കിലും ഒരു ഫാർമർക്ക് 3ൽ 1 സ്ഥാനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചിന്നക്കനാൽ കൃഷിഭവനും ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ചിന്നക്കനാൽ ബിയൽറാമിൽ പള്ളിവാതുക്കൽ സോജന്റേത് സംയോജിത മാതൃക കൃഷിയിടമാണ്. 2 ഏക്കർ സ്ഥലത്ത് നാണ്യവിളകളായ ഏലത്തിനും കാപ്പിക്കും കുരുമുളകിനുമൊപ്പം എല്ലാത്തരം പച്ചക്കറികളും നിരവധി ഇനം പഴവർഗ്ഗങ്ങളും നട്ടുവളർത്തുന്നു. ആത്മാ പദ്ധതി ഉൾപ്പെടുത്തി ആദ്യമായിട്ട് പച്ചക്കറി കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. പച്ചക്കറി കൃഷിയിൽ ക്യാബേജ്, അതുപോലെ ബീൻസ്, അതുപോലെ പച്ചമുളക് അങ്ങനെയുള്ള വിവിധ ഇനം കൃഷികൾ തികച്ചും ഓർഗാനിക് രീതിയിൽ ചെയ്ത് നല്ല വിജയകരമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 1 ഏക്കറോളം സ്ഥലത്തെ സ്ട്രോബെറി കൃഷി സോജനെ വേറിട്ടതാക്കുന്നു.
ഇടുക്കിയിൽ മറയൂരിലും കാന്തല്ലൂരിൽ വട്ടവടയിലും മാത്രം കൃഷി ചെയ്തിരുന്ന സ്ട്രോബെറി ചിന്നക്കനാലിൽ എത്തിച്ചത് കൃഷി ഓഫീസറായ വിമൽകുമാറായിരുന്നു. അദ്ദേഹം പൂനെയിൽ നിന്നും നടീൽ വസ്തു ചിന്നക്കനാലിൽ എത്തിച്ച് കർഷകർക്ക് സൗജന്യമായി വിതരണം ചെയ്തു. ആദ്യ വിളവെടുപ്പിൽ തന്നെ ഈ കൃഷി ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് യോജിച്ചതാണെന്ന് കണ്ടെത്തി. പിന്നീട് ഇവിടെ നിന്നും തെരഞ്ഞെടുത്ത കർഷകരെ പൂനെയിലെത്തിച്ച് പരിശീലനം നൽകുകയും വീണ്ടും നടീൽ വസ്തു സൗജന്യമായി വിതരണം ചെയ്യുകയും ചെയ്തു. സോജനും പൂനെയിൽ പരിശീലനം ലഭിക്കുകയുണ്ടായി. വലിപ്പവും രുചിയുള്ളതുമായ സീ ചാർലി, വിൻഡർ ഡൌൺ എന്നീ ഇനങ്ങളാണ് സോജന്റെ പുരയിടത്തിൽ നട്ടുവളർത്തിയിട്ടുള്ളത്. ചെടി നട്ടാൽ 45 ദിവസം കൊണ്ട് ചെടി വളർന്ന് പൂവിടും. ആദ്യം വിരിയുന്ന പൂവ് മുറിച്ചു നീക്കിക്കളയുന്നത് ചെടിക്ക് കൂടുതൽ ശക്തി നൽകുന്നു എന്നാണ് സോജന്റെ അഭിപ്രായം. ഒരേക്കറിൽ 20,000 ചെടികൾ നടാനാകും. ചെടികൾ നടുന്നതിനു മുൻപ് നിലം നന്നായി കിളച്ചിളക്കി കുമ്മായം വിതറി വേപ്പിൻ പിണ്ണാക്ക് ചേർത്തിളക്കി 4 അടി വീതിയിലാക്കി 2 അടി വീതിയോളമുള്ള വാരം തീർത്ത് ഇതിന് 1 അടി അകലത്തിൽ ഡ്രിപ്പ് ഇറിഗേഷന് വേണ്ട പൈപ്പുകൾ സ്ഥാപിച്ച ശേഷം മൾച്ചിംഗ് ഷീറ്റ് ഉപയോഗിച്ച് 15 ദിവസത്തോളം മൂടിയിട്ട് മണ്ണ് അണുവിമുക്തമാക്കുകയും pH ക്രമീകരിക്കുകയും ചെയ്ത ശേഷം 1 അടി അകലത്തിൽ ദ്വാരങ്ങൾ തീർത്ത് ചെടികൾ നട്ടുപിടിപ്പിക്കണം. ജലസേചനവും വളപ്രയോഗവും ട്രിപ്പ് വഴി നടത്തുന്നതിനാൽ 60-ാം നാൾ മുതൽ നല്ല വിളവ് ലഭിക്കും. 6 മാസം വരെ വിളവെടുക്കാനാകും. ഒരേക്കറിൽ നിന്ന് 30 കിലോഗ്രാം മുതൽ 40 കിലോഗ്രാം വരെ സ്ട്രോബെറി പഴം ഓരോ ദിവസവും വിളവെടുക്കാനാകും. ഒരു കിലോ സ്ട്രോബെറി പഴത്തിന് 200 രൂപയ്ക്കാണ് സോജൻ തന്റെ കൃഷിയിടത്തിൽ വിറ്റഴിക്കുന്നത്. ഒരേക്കർ സ്ഥലത്ത് കൃഷി ഇറക്കാൻ ഏകദേശം 2 ലക്ഷം രൂപ ചെലവ് വരും. ഇതിൽ ട്രിപ്പ് ഇറിഗേഷന് വരുന്ന ചെലവിന്റെ 45% തുക കൃഷിഭവൻ വഴി സബ്സിഡിയായി നൽകിയിട്ടുണ്ട്. ഒരേക്കറിൽ നിന്ന് ഒരു സീസൺ അവസാനിക്കുമ്പോൾ 7 മുതൽ 8 ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നാണ് സോജൻ പറയുന്നത്. സ്ട്രോബെറി കൃഷിക്ക് പുറമെ നല്ലൊരു ആട് ഫാമും സോജനുണ്ട്. ആടിന്റെ കൃഷി അതിന്റെ മൂത്രവും അതുപോലെ തന്നെ ചാണകങ്ങളെല്ലാം ശേഖരിച്ച് ഈ പച്ചക്കറി കൃഷിക്ക് വളമായിട്ട് ചേർക്കാനും അതുപോലെ തന്നെ അതിന്റെ മൂത്രം ശേഖരിച്ച് പുകയില കഷായത്തിൽ ഉൾപ്പെടുത്തി അതിനെ ഒരു കീടനാശിനിയായിട്ട് ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആടിന്റെ കൃഷി നല്ല വിജയമാണ്. ഇപ്പം വിവിധ ഇനം ആടുകൾ നമ്മുടെ കൂട്ടിലുണ്ട്. ജംനാപാരി, മൾബാറി, ബീറ്റൽ, സിരോഹി, കരോളി ഇനത്തിൽപ്പെട്ട 21 ആടുകളാണ് സോജന്റെ കുടുംബത്തിന്റെ പരിചരണത്തിൽ വളരുന്നത്. ഒരു വർഷം 1 ലക്ഷത്തിലധികം രൂപ ആട് കൃഷിയിലൂടെ നേടിയെടുക്കാൻ സോജന് കഴിയുന്നുണ്ട്. മുയൽ കൃഷി മികച്ച വരുമാനം തരുന്ന ഒന്നാണെന്നാണ് സോജന്റെ അഭിപ്രായം. സോവിയറ്റ് ഇഞ്ചില, വൈറ്റ് ഗ്രീൻ അങ്ങനെ പല സൈസുള്ള മുയലുകളുണ്ട്. ഏകദേശം 6 കിലോ വരെ വരുന്ന മുയലുകളാണ്. മുയലുകളെ ഒരു 3 മാസമായതിനു ശേഷം അത് പ്രജനനത്തിന് ഒഴിഞ്ഞു കഴിഞ്ഞാൽ 35 ദിവസം കൊണ്ട് മുയലുകൾ കുട്ടിയിടുകയും കുഞ്ഞുങ്ങളുണ്ടാവുകയും ആ കുഞ്ഞുങ്ങളെ പരിപാലിച്ചതിന് ശേഷം ഒരു 6 മാസം ആകുമ്പോഴത്തേനും വീണ്ടും അതിനെ ഇണചേരാൻ വിടാനായിട്ട് കഴിയുകയും ചെയ്യും. ഇതൊരു നല്ല ആദായകരമായ ഒരു കൃഷിയാണ്. ഇത് കൂടാതെ ഇതിന്റെ മൂത്രവും വളവും നമുക്ക് മറ്റുള്ള കൃഷികൾക്ക് ഉപയോഗിക്കാനും കഴിയും. ന്യൂസിലാൻഡ് വൈറ്റ്, സോവിയറ്റ് ചിഞ്ചില, വൈറ്റ് ജയന്റ്, ഗ്രേ ജയന്റ് തുടങ്ങിയ നല്ലയിനം മുയലുകൾ സോജന്റെ കൃഷിക്ക് മുതൽക്കൂട്ടാണ്. ഈ ഇനത്തിൽ 80,000 രൂപ വാർഷിക വരുമാനം ലഭിക്കുന്നതായി സോജൻ പറയുന്നു. മത്സ്യകൃഷിയിലും സോജൻ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശീലനം
നമുക്ക് ഈ ചിനക്കന കൃഷിഭവന്റെ നേതൃത്വത്തിലുള്ള വിവിധ ട്രെയിനിങ് ക്യാമ്പുകളിൽ നിന്നാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മത്സ്യകൃഷി 2 കുളങ്ങളുണ്ട്. അതിൽ ഒരു കുളത്തിൽ നമ്മൾ ചെറിയ മീനുകളെ ഇട്ട് തീറ്റകൾ കൊടുത്ത് ഒരു 3 മാസം തീറ്റകൾ കൊടുത്ത് കഴിയുമ്പോൾ വലുതാവും. അതിനുശേഷം അതിനെ വലിയ കുളത്തിലേക്ക് മാറ്റിയിട്ട് കഴിയുമ്പോൾ മീനുകളുടെ നഷ്ടപ്പെടാതെ നല്ല രീതിയിലുള്ള വളർച്ചയ്ക്ക് ഉപയോഗിക്കും. സോജന്റെ പുരയിടത്തിൽ ഒരു ടാർപോളിൻ കുളം ഉൾപ്പെടെ 3 കുളങ്ങളാണ് ഉള്ളത്. മത്സ്യക്കുഞ്ഞുങ്ങളെ ആദ്യം ടാർപോളിൻ കുളത്തിൽ വളർത്തിയെടുത്ത ശേഷം നിശ്ചിത ദിവസം കഴിയുമ്പോൾ അവയെ വലിയ കുളത്തിലേക്ക് മാറ്റുന്നു. ഗോൾഡ് ഫിഷ്, റൂഗ്, സിലോപ്പിയ തുടങ്ങിയ മത്സ്യ ഇനങ്ങളാണ് ഈ കുളത്തിലുള്ളത്. മത്സ്യകൃഷി വഴി 25,000 രൂപ വരുമാനമുണ്ടെന്നാണ് സോജന്റെ കണക്കുകൂട്ടൽ. പൊതുപ്രവർത്തകൻ കൂടിയായ സോജൻ കൃഷിക്കായി പ്രത്യേക സമയം കണ്ടെത്തി മാറ്റിവെക്കുന്നു. കൃഷിയിൽ സഹായിക്കാൻ 3 മക്കളും ഭാര്യയും എപ്പോഴും സന്നദ്ധരായി സോജനൊപ്പം ഉണ്ട്. ഈ കൃഷിയെ സഹായിക്കുന്നത് ഭാര്യയുണ്ട്, അതുപോലെ എൻ്റെ മക്കളുമുണ്ട്. രാവിലെ 6 മണിയാകുമ്പോൾ എഴുന്നേറ്റ് മുയലിനും അതുപോലെ തന്നെ ആടിനും ഒക്കെ തീറ്റ കൊടുക്കുന്നു. അതിനുശേഷം മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നു. ആടിൻ്റെയും അതുപോലെ തന്നെ മുയലിൻ്റെയൊക്കെ കൂടുകൾ വൃത്തിയാക്കിയതിന് ശേഷം ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ ആടുകൾക്ക് ശേഷം പിന്നെ ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ തീറ്റ കൊടുത്താൽ മതി. അപ്പോൾ തീറ്റ കൊടുത്ത് എല്ലാം സഹായിക്കുന്ന ഭാര്യയുണ്ട്, അതുപോലെ മക്കളുണ്ട്. ഇപ്പോൾ എൻ്റെ മൂന്നാമത്തെ മകന് അവൻ അഗ്രികൾച്ചറിനാണ് പഠിക്കുന്നത്, സെക്കൻഡ് ഇയർ. ക്ലാസ് ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഈ കൃഷിയെ സഹായിക്കാൻ വേണ്ടി അവൻ്റെ സഹായവും